ഹലോ മാനിഫെസ്റ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും തമ്മിലുള്ളൊരു വ്യത്യാസമാണ്. പലർക്കും എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ഇതുവരെ ക്ലിയർ ആയിട്ടില്ല. അതിനെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ? ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഒരു പേരുണ്ട്, അട്രാക്ഷൻ. അട്രാക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു സംഭവം നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക, അട്രാക്റ്റ് ചെയ്യുക. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലൈക്ക് അട്രാക്റ്റ് ലൈക്ക്, അതായത് സമാനമായവ ആകർഷിക്കുന്നു. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു കാന്തം പോലെ പ്രവർത്തിക്കുന്ന ഒന്നാണ്. ഈ കാന്തത്തിന് എന്താണ് പ്രത്യേകത? കാന്തം എന്ത് ചെയ്യും? ഇരുമ്പിനോട് ചേർന്ന് കിടക്കുന്നത് പോലെ ഒരു കാന്തം എടുത്ത് നമ്മൾ ഇരുമ്പിന് അടുത്തേക്ക് വെക്കുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടിപ്പോലെ. ഇതുപോലെ നമ്മുടെ മനസ്സിൽ അതായത് ഒരു സ്പോഞ്ച് പോലെയാണ് മൈൻഡ്. എന്ത് സംഭവം ഉണ്ടെങ്കിലും അതിനോടനുബന്ധിച്ച സാഹചര്യങ്ങൾ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലൊക്കെ ഈ ഒരു നിയമം അനുസരിച്ചാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ഇതൊരു പ്രാപഞ്ചിക നിയമമാണ്, അതായത് യൂണിവേഴ്സൽ ലോ ആണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും, ഈ ലോകത്ത് ഏതൊക്കെ കോണിൽ മനുഷ്യരുണ്ടോ അവരെല്ലാം ഈ ഒരു നിയമത്തിൻ്റെ ബേസിലാണ് ജീവിക്കുന്നത്, അല്ലേ? പക്ഷേ ആളുകൾക്ക് എന്താണ് അവിടെ മിസ്റ്റേക്ക് വരുന്നതെന്ന് വെച്ചാൽ നമുക്കറിയില്ല എങ്ങനെ ഇത് ഉപയോഗിച്ച് ലൈഫിൽ സക്സസ് നേടാം. അതിന് സഹായിക്കുന്ന ഒന്ന് കോൺഷ്യസ് ക്രിയേറ്റ് ചെയ്ത് ജീവിക്കുക എന്നതേ ഉള്ളൂ. നമ്മൾ ബോധത്തോടെ അവിടെ ആയിരിക്കുക. ബോധമുള്ളവരായിരിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയുമ്പം എന്താണ് സംഭവിക്കുക? എനിക്ക് വേണ്ടത് എന്താണ്, വേണ്ടാത്തത് എന്താണ് തിരിച്ചറിവ് നമുക്ക് വരാൻ തുടങ്ങും, അല്ലേ? ലോ ഓഫ് അട്രാക്ഷൻ ഇപ്പോൾ സർവ്വസാധാരണമായ ഒന്നായി മാറിക്കഴിഞ്ഞു. എല്ലാവർക്കും ഇതിനെക്കുറിച്ച് നല്ലൊരു ധാരണയുണ്ട്. എങ്കിലും ഒരുപാട് പേർക്ക്, അതായത് 95% പേർക്ക് എന്തില്ല, വലിയൊരു ഐഡിയ ഇല്ല. 5% പേർക്ക് മാത്രമാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത്. ഇപ്പം എൻ്റെ ചുറ്റിലുള്ള ആളുകൾ നോക്കുമ്പോൾ ഞാൻ അവരോട് ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പറഞ്ഞാൽ അതെന്തുവാ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അറിയുന്ന ആളുകൾക്ക് അറിവുണ്ട്, പക്ഷെ അറിയാത്തവർക്ക് ഇപ്പോഴും അജ്ഞാതമാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ഉപയോഗിച്ച് അതെങ്ങനെ നേടാൻ സാധിക്കും എന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് അത് നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. കാരണം നമ്മളൊക്കെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ, ഡിഫറെൻറ്റ് സിറ്റുവേഷൻസാണ് നമ്മളൊക്കെ ഫേസ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ ചിലപ്പം വലിയ സാമ്പത്തിക അവസ്ഥയിലായിരിക്കില്ല, ചിലപ്പോൾ റിലേഷൻഷിപ്പ് വളരെയധികം മോശമുള്ള ഒരു കണ്ടീഷനിലായിരിക്കാം, ചിലപ്പോൾ നല്ല പണക്കാരായിരിക്കാം. അപ്പോൾ നമ്മൾ വ്യത്യസ്ത സാഹചര്യത്തിൽ ജീവിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ വൈബ്രേഷൻ അതിനനുസരിച്ച് വ്യത്യസ്തമാണ്, അല്ലേ? എല്ലാവർക്കും ഒരേ വൈബ്രേഷൻ അല്ല. കാരണം എവറിത്തിങ് ഈസ് എനർജി. നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ പ്രപഞ്ചം കാണുന്ന എല്ലാ വസ്തുക്കൾക്കും എനർജി ഉണ്ട്. അപ്പോൾ നമ്മളുടെ എനർജി എങ്ങനെയാണ്? നമ്മുടെ ചിന്തകളിലൂടെയാണ് വരുന്നത്. നമുക്ക് ഫിസിക്കൽ എനർജി ഉണ്ട്, മെൻ്റൽ എനർജിയും ഉണ്ട്. ഫിസിക്കൽ എനർജി നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. മെൻ്റൽ എനർജി എങ്ങനെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ടിലൂടെ നമ്മൾ ദിവസവും പല കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചിന്തയ്ക്ക് ഇലക്ട്രിക് പവർ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതേ ഇലക്ട്രിക് പവർ പിന്നെ മാഗ്നറ്റിക് പവർ. ഓക്കെ, ഇത് രണ്ടും ഉണ്ട് ഒരു ചിന്തയ്ക്ക്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഒരു ദിവസം ചിന്തിക്കുന്നുണ്ട്. ഒരു ദിവസം തന്നെ ഒരു വ്യക്തി 80,000-ൽ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് തന്നെ എക്സാമ്പിൾ വെക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ചിന്തിക്കാം. ഇപ്പം രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്? പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ആരെങ്കിലും നമ്മെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും ഒരു ദിവസം നമ്മളിങ്ങനെ ചിന്തിച്ച് പോകുന്നുണ്ട്. ഇതിൽ നമ്മൾ ഏതാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്? അത് ഒരു നെഗറ്റീവ് തോട്ടാണോ? ഓക്കെ, നമ്മുടെ ഇല്ലായ്മയെക്കുറിച്ചാണോ? അല്ലെങ്കിൽ എനിക്കൊന്നും ആകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എന്നെ എവിടെ എത്തുന്നില്ല, ഇങ്ങനെയുള്ള തോട്ടാണോ നിങ്ങൾ നിരന്തരം കൊടുക്കുന്നതെങ്കിൽ, ഇനി നിങ്ങളുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ കാരണം എപ്പോഴും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണോ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇതിന് സമാനമായ സാഹചര്യങ്ങൾ നിങ്ങൾ സൃഷ്ടിക്കും. അതാണ് ലൈക്ക് അട്രാക്ട് ലൈക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ജോലിയില്ല, ഞാൻ വിചാരിച്ച രീതിയിൽ വരുമാനം കിട്ടുന്നില്ല, അപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്.
സദാസമയവും ഇത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ബോധമുള്ളൊരു വ്യക്തി എന്ത് ചെയ്യും? വേണ്ടത് മാത്രം ഫോക്കസ് ചെയ്യും, അതിലേക്ക് എനർജി ഒഴുക്കി അത് ലൈഫിലേക്ക് അട്രാക്റ്റ് ആയി വരും. ഇപ്പം നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നു, പക്ഷെ ചിന്തിക്കുന്നത് എന്താ? എനിക്കൊന്നും ശരിയാവുന്നില്ല, ഞാൻ ഇൻ്റർവ്യൂവിന് പോയാൽ എനിക്ക് അത് റെഡിയാവുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തിക സ്ഥിതി മോശമാണ്, ഞാൻ എങ്ങനെ കടം വീട്ടും, അതിലേക്ക് എങ്ങനെ കൊടുക്കും, എനിക്ക് അറിയുന്നില്ല, എനിക്ക് ഇതിങ്ങനെ ആദ്യം കയറുക ചെയ്യുക. ടെൻഷൻ വരുമ്പോൾ നമുക്ക് എന്നിട്ട് സങ്കടം, അതായത് ഉള്ളിൽ ആദ്യം കയറും എന്ന് പറയും അല്ലേ. വളരെയധികം ഡിപ്രസ്ഡ് മോഡിലേക്കൊക്കെ നമ്മൾ പോയി തുടങ്ങും. ഇത് എന്താ ചെയ്യുക, ഉറക്കം കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്താ, അതുപോലത്തെ സാഹചര്യം നമ്മൾ പോലും അറിയാതെ വീണ്ടും വീണ്ടും നമ്മൾ അട്രാക്റ്റ് ചെയ്തു. അപ്പോൾ ഈ അട്രാക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെ കാര്യങ്ങളൊന്നും നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ വരില്ല. അതിന് ബ്രേക്ക് ചെയ്യണം അല്ലേ. ഇതിനെ ബ്രേക്ക് ചെയ്യാൻ സഹായിക്കുന്നത് എന്താണ്? നിങ്ങൾ വൈബ്രേഷൻ ഹൈ ആക്കുക എന്നുള്ളതാണ്. കാരണം എനർജി ഉള്ള ഏതൊരു വസ്തുവിനും എന്തുണ്ട്? ഒരു വൈബ്രേഷൻ ഉണ്ട്, അതിനൊരു ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ എങ്ങനെയാണ് ഹൈ ആക്കേണ്ടത്? ഉള്ളിൽ നിന്ന് നമുക്ക് ഫീലിങ്സ് വരണം, നല്ല ഫീലിങ്സ്, സന്തോഷത്തിൻ്റെ ഫീലിങ്സ്. സാഹചര്യം എനിക്ക് അനുകൂലമല്ല, അപ്പോൾ ഉള്ളിൽ നിന്ന് നല്ല ഫീലിങ്സ് വരുമോ? വരില്ല അല്ലേ. അനുകൂലമല്ലെങ്കിൽ നമുക്ക് ഫീലിങ്സ് വരില്ല. നമുക്കൊരു ദുഃഖത്തിന് ഫീലിങ്സാണ് അവിടെ ഉണ്ടാവുക അല്ലേ. ആ ദുഃഖമാണ് വരും ദിവസങ്ങളിൽ വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വൈബ്രേഷൻ കൂട്ടാനായിട്ട് ചെയ്യേണ്ട ഒരു പ്രാക്ടീസാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തിനാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്, എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം എന്നതിനെക്കുറിച്ച് നമുക്ക് പോകാം. അപ്പോൾ മാനിഫെസ്റ്റേഷനെ കുറിച്ച് ഞാൻ 2 വാക്ക് പറയാം. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഒരു വീട് ഉണ്ടാക്കണമെന്ന് വലിയൊരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടണം, അല്ലെങ്കിൽ നല്ല റിലേഷൻഷിപ്പ് വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കാമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മാസത്തിൽ ശമ്പളം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. എത്ര മന്ത്ലി എത്ര വേണം എന്നുള്ളൊരു ക്ലാരിറ്റി. ഇപ്പം 50,000 വേണം, അല്ലെങ്കിൽ 40,000, 25,000 എനിക്ക് മന്ത്ലി ഏൺ ചെയ്യണം, അതൊരു ക്ലാരിറ്റി ഉണ്ട്. അതേപോലെ എനിക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് വേണം, അത് എങ്ങനത്തെ കുട്ടിയായിരിക്കണം. ഇപ്പം മെയിലാണെങ്കിൽ നല്ലൊരു ലേഡീനെ എനിക്ക് വിവാഹം കഴിക്കണം, ഞാൻ പറയുന്നത് പോലെയൊക്കെ അനുസരിക്കുന്ന നല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് നല്ലൊരു ലേഡീനെ, നല്ലൊരു വിവാഹം എനിക്ക് കിട്ടണം, അതൊരു ക്ലാരിറ്റി ഉണ്ട്. ആ കുട്ടി എങ്ങനെയായിരിക്കണം, എന്ത് ജോലി വേണോ ജോലി വേണ്ടയോ, അങ്ങനെ ഒരു ക്ലാരിറ്റി. അതേപോലെ ഒരു വീട് വേണം. ഇപ്പം ഏത് തരത്തിലുള്ള വീടാണോ, ഓട് വീടാണോ അല്ലെങ്കിൽ ടെറസ് വീടാണോ, അങ്ങനെയുള്ളൊരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാക്കിയ ശേഷം നമ്മൾ അതിനു വേണ്ടി എഴുതി വെച്ച് ആ ഒരു ക്ലാരിറ്റി എത്ര മാസത്തിനുള്ളിൽ, എത്ര വർഷത്തിനുള്ളിൽ അത് നേടിയെടുക്കാൻ പറ്റുന്നുള്ളൊരു ഉറപ്പ് മൈൻഡിനും കൂടെ കൊടുത്തുകൊണ്ട് അതിനു വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയോ റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്ന സാധനമാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് അതിൻ്റെ ഒരു ഇതിൽ ഈ മാനിഫെസ്റ്റേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ അത് നമ്മൾ അട്രാക്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ നല്ലൊരു ഫീലിങ്സിൽ ഇരിക്കുക, നല്ല ഹാപ്പിനെസ്സിൽ ഇരിക്കുമ്പോൾ നമുക്ക് മാനിഫെസ്റ്റേഷൻ എളുപ്പത്തിൽ നടക്കാൻ പറ്റും. പകരം നിങ്ങൾ ബാഡ് ഫീലിങ്ങിലാണെന്നുണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ നടക്കില്ല. കാരണം ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത് എന്താണോ, നിങ്ങൾ എന്താണോ പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നത് അത് തന്നെ നിങ്ങളിലോട്ട് തിരിച്ചു വരും. അപ്പോൾ നമ്മൾ നല്ല ഹാപ്പിനെസ് ഫീലിങ്സ് ആണ് പുറത്തേക്ക് കൊടുക്കുന്നതെങ്കിൽ അതനുസരിച്ച് സാഹചര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ മാനിഫെസ്റ്റേഷൻ നടക്കും. പക്ഷേ നമ്മളുടെ ഉള്ളിൽ എപ്പോഴും ടെൻഷൻ, പഴയകാല വേദനകൾ, ഇപ്പോഴും മാഞ്ഞു കിടക്കുന്ന പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ നടക്കില്ല. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നടക്കുന്നൊരു സംഭവമാണ് മാനിഫെസ്റ്റേഷൻ എന്നുള്ളത്. ഒരു മെത്തേഡാണ് അല്ലേ. അത് നമ്മുടെ തോട്ട്, നമ്മുടെ ഇമോഷൻ, നമ്മുടെ ബിലീഫ് പ്ലസ് ആക്ഷനും കൂടെ ഒരേ അലൈൻമെൻറ്റിൽ വരുമ്പോൾ, ഒരുപോലെ വരുമ്പോഴാണ്, പ്രോപ്പർ അലൈൻമെൻറ്റിൽ വരുമ്പോൾ മാത്രമാണ് മാനിഫെസ്റ്റേഷൻ നടക്കുക. അപ്പോൾ ഇതിന് നിങ്ങളെ സഹായിക്കുന്ന ആദ്യത്തെ ടൂൾ ഞാൻ പറഞ്ഞു, ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദിയുള്ളവരായിരിക്കുക നമ്മളെല്ലാവരും. എന്തിനാണ് ഈ നന്ദി പറയുന്നത്? നന്ദിയുടെ ആവശ്യകത എന്താണ് ലൈഫിൽ? നമുക്ക് ഉള്ള കാര്യങ്ങൾക്ക് നമ്മളിങ്ങനെ ഓർമ്മിക്കുന്ന സമയത്ത്, ഇപ്പോൾ നമുക്ക് കയറി കിടക്കാൻ ഒരു വീടുണ്ട്, ഇപ്പോൾ വാടകയ്ക്കായിരിക്കാം. അപ്പോൾ ആ വാടക കൊടുക്കാനുള്ള പണം നമ്മളെ കയ്യിലില്ലേ അല്ലേ. അപ്പോൾ ആ പണം ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ എന്നുള്ളൊരു സന്തോഷം ഉള്ളിൽ നിന്ന് വരും അല്ലേ. അതേപോലെ നമുക്ക് മാതാപിതാക്കളുണ്ട്, അച്ഛനമ്മമാരില്ലാത്ത എത്രയോ കുട്ടികൾ ഈ ലോകത്തുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലെസ്സഡാണ്, എനിക്ക് അച്ഛനമ്മയും ഉണ്ടല്ലോ. കാരണം ഇല്ലാത്ത ആളുകളെ കാണുമ്പോൾ നമുക്ക് അതിലും കൂടുതലുണ്ടല്ലോ എന്നൊരു ഹാപ്പിനെസ് നമുക്ക് കൊണ്ടുത്തരും. അതേപോലെ
നല്ലൊരു ജോലി നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ള ജോലി നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ജോലി പോലും കിട്ടാത്ത ആളുകളെ സംബന്ധിച്ച് അതിനേക്കാൾ എത്രയോ ഭേദമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരു ജോലി ഉണ്ടല്ലോ അല്ലേ. ഉള്ളതിന് നമ്മുടെ ഉള്ളിൽ നിന്ന് ഫീലിങ്സ്, അതായത് നന്ദി എന്ന് പറയുമ്പോൾ അത്രയും താങ്ക് യു എന്ന് പറയുന്ന ആ 4-5 വേർഡിന് ഭയങ്കര പവറുണ്ട്. എനിക്ക് ഇത്രയും ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നല്ലൊരു ഫീലിങ്സ് വരാൻ തുടങ്ങും. ഈ ഫീലിങ്സിലാണ് ഇത് വർക്കാകുന്നത്. ഓക്കെ, വെറുതെ എനിക്ക് നല്ല വീടുള്ളതിന് നന്ദി, നല്ല മാതാപിതാക്കൾ ഉള്ളതിന് നന്ദി, എനിക്ക് ബന്ധുക്കളുള്ളതിന് നന്ദി, വെറുതെ നമ്മളിങ്ങനെ വായ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നന്നായിട്ട് കണ്ണടച്ചിരുന്ന് ആ ഫീലിങ്സ് നിങ്ങൾ കൊടുത്ത് ശരിക്കും നമുക്ക് എനിക്കുണ്ടല്ലോ ദൈവമേ, എനിക്കൊന്നുമില്ലെങ്കിൽ ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ ആ ഫീലിങ്സ് ഉണ്ടല്ലോ, അത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകണം. അവിടെയാണ് ഈ മാനിഫെസ്റ്റേഷൻ്റെ വാതിൽ ഓപ്പൺ ആവുന്നത്. ഓക്കെ, അപ്പോൾ സന്തോഷം വരാൻ തുടങ്ങും. നമ്മൾ പോലും അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് മാനിഫെസ്റ്റേഷൻ പതിയെ നടക്കാൻ ചാൻസ് കൂടുന്നത്. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല, എഴുതിയും വെക്കുക. അതേപോലെ ഫീലിംഗ്, നിങ്ങൾക്ക് എങ്ങനെയാണോ ഫീലിങ്സ് വരുന്നത് അതിലാണ് സീക്രട്ട് കിടക്കുന്നത്. അതായത് നമ്മൾ വെറുതെ പറഞ്ഞാൽ കാര്യമില്ല. അപ്പോൾ ഇന്ന് മുതൽ ഗ്രാറ്റിറ്റ്യൂഡ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നോക്കിക്കോളൂ. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ ഒരു അവസ്ഥയാണ്. എന്താ പറയാൻ വാക്കില്ല, അത്ര മാജിക് പവറാണ്. ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്ഭുതം പോലെ പല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ആ കൃത്യമായ രീതി പറയണം. അപ്പോൾ ഇനി എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടത് എന്നുള്ളത് നിങ്ങൾ കാണുക. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിപ്പിക്കാൻ ഏറ്റവും ശക്തമായൊരു ശീലമാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. ഇത് നമുക്ക് ഉള്ളതിനെ തിരിച്ചറിയാനും അതിന് നന്ദി പറയാനും സഹായിക്കുന്ന ഒന്നാണ്. നമുക്ക് ലഭിച്ച ചെറിയതോ വലിയതോ ആയ അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് അതിന് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്ന ഒരു മനോഭാവമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ നിങ്ങൾ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പതിയെ പതിയെ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും നീങ്ങാൻ തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് വേണ്ടത് സന്തോഷകരമായൊരു ജീവിതമാണല്ലേ. സമ്പത്ത്, സമാധാനം, സമൃദ്ധി, ഇത് തന്നെയാണ് ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? ഇതിന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ സ്വസ്ഥമായി ശാന്തമായൊരു സ്ഥലം തിരഞ്ഞെടുക്കുക. അവിടെ ഇരിക്കുക, കണ്ണുകൾ പതിയെ അടയ്ക്കുക, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, വീണ്ടും പുറത്തേക്ക് വിടുക, വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് പുറത്തേക്ക്, ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്ത ശേഷം നല്ല ഫീലിങ്സോടുകൂടെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതെങ്ങനെയാണ് പറയേണ്ടതെന്ന് ഞാൻ ഇവിടെ പറയുന്നതാണ്. ആദ്യം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും പറയേണ്ടത് നമ്മുടെ ശരീരത്തിനാണ്. കാരണം ശരീരമുണ്ടെങ്കിലേ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ശരീരത്തിന് നന്ദി പറഞ്ഞു തുടങ്ങാം. ആദ്യം നമ്മുടെ ശ്വാസത്തിന് നന്ദി പറയുക. നന്ദി, നന്ദി, നന്ദി. എനിക്ക് ശ്വസിക്കാൻ സാധിക്കുന്നതിന് നന്ദി. എനിക്ക് ഈ ലോകം കാണാൻ കഴിയുന്നത് എൻ്റെ കണ്ണുള്ളത് കൊണ്ടാണ്. എൻ്റെ കണ്ണിന് നന്ദി. എൻ്റെ കാഴ്ചശക്തിക്ക് നന്ദി. ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുന്ന എൻ്റെ ചെവികൾക്ക് നന്ദി. ശ്വാസം എടുക്കാൻ കഴിയുന്ന എൻ്റെ മൂക്കിന് നന്ദി. എൻ്റെ ജീവൻ നിലനിർത്തുന്ന എൻ്റെ ഹൃദയത്തിൽ തൊട്ട നന്ദി. എനിക്ക് ജീവൻ നൽകുന്ന ശ്വാസത്തിനും ശ്വാസകോശത്തിനും നന്ദി. ചിന്തിക്കാൻ, പഠിക്കാൻ കഴിയുന്ന മനസ്സിന് നന്ദി. നടക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന എൻ്റെ കാലുകൾക്ക് നന്ദി. എൻ്റെ കൈകൾക്ക് നന്ദി. കൈവിരലിന് നന്ദി. എൻ്റെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾക്കെല്ലാം ഹൃദയത്തിൽ തൊട്ട നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എനിക്ക് ആരോഗ്യത്തോടെ ഇന്നൊരു ദിവസം കൂടി ലഭിച്ചല്ലോ. നന്ദി, നന്ദി, നന്ദി. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലേക്കും ശ്രദ്ധയെ കൊണ്ടുവന്ന് ആ ഭാഗത്തെയൊക്കെ ശ്രദ്ധിച്ച് മനസ്സിൽ താങ്ക് യു പറയുക. എൻ്റെ ശരീരമാണ് എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ. അതിന് ഞാൻ നന്ദി പറയുകയാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എനിക്ക് ചിന്തിക്കാൻ കഴിയുന്ന എൻ്റെ തലയ്ക്ക്, മസ്തിഷ്കത്തിന് നന്ദി. ഈ ലോകം എന്നെ കാണാൻ കഴിയുന്നത് എനിക്ക് കണ്ണുള്ളത് കൊണ്ടാണ്. എൻ്റെ കണ്ണുകൾക്ക് നന്ദി. ഭക്ഷണം ദഹിപ്പിക്കുന്ന എൻ്റെ വയറിന് നന്ദി.
പ്രവർത്തിക്കാൻ കഴിയുന്ന എൻ്റെ കൈകൾക്ക് നന്ദി. പരസഹായം കൂടാതെ എല്ലാ ജോലികളും ചെയ്യാൻ സാധിക്കുന്ന എൻ്റെ കൈ ഉള്ളത് കൊണ്ടാണ്. നന്ദി, നന്ദി. എനിക്ക് നിലനിർത്തുന്ന എൻ്റെ പാദങ്ങൾക്ക് നന്ദി, 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 നന്ദി. എൻ്റെ ബ്രെയിനിന് നന്ദി, എൻ്റെ ഓർമ്മശക്തിക്ക് നന്ദി, എന്നെ ചിന്തിപ്പിക്കുന്ന എൻ്റെ കഴിവിന് നന്ദി, എനിക്കുള്ള എല്ലാ ഗുണങ്ങൾക്കും നന്ദി, എൻ്റെ തലമുടിക്ക് നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എന്നെ ദൈവം ഏത് രൂപത്തിലാണോ സൃഷ്ടിച്ചത് അതിനെല്ലാം ഞാൻ നന്ദിയുള്ളവനാണ്. താങ്ക് യു, താങ്ക് യു. എൻ്റെ പൂർണ്ണ ആരോഗ്യത്തിന് ഞാൻ ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയുന്നു. എൻ്റെ കരളിന് നന്ദി, എൻ്റെ വൃക്കയ്ക്ക് നന്ദി, എൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും ഹൃദയത്തിൽ തൊട്ട് നന്ദി. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നന്ദി പറയുക. അതിനുശേഷം നിങ്ങളുടെ ജോലിക്ക്, പിന്നീട് നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ട്, നിങ്ങളുടെ ബാങ്ക് ബാലൻസിന്, അത് എത്രയോ ആയിക്കോട്ടെ, ഒരു 10 രൂപയാണ് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് എങ്കിൽ അതിനും നിങ്ങൾ ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയുക. ഇങ്ങനെ ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആവാൻ തുടങ്ങുകയും സെയിം സാഹചര്യം, അതായത് നന്ദിയുടേതായ ഒരു വൈബ്രേഷൻ നിങ്ങൾ പ്രപഞ്ചത്തിലോട്ട് അയക്കുന്നത് കൊണ്ട് തന്നെ സമാനമായ സാഹചര്യങ്ങളാണ് വർദ്ധിക്കുക. നന്ദി പറയാനുള്ള സാഹചര്യങ്ങൾ വർദ്ധിക്കുന്നത് മാജിക് പോലെ കാണാൻ കഴിയും. അപ്പോൾ നന്ദി എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു.